ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമുക്കൊന്നൊരു ലെസഗ്നൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. ലെസഗ്ന എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ഡിഷാണ്. പക്ഷേ നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. 2 സവാള, ചിക്കന്, തക്കാളി, പിന്നെ ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ബ്രെഡ്. നമുക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ബ്രെഡ് ഇനി ഉണ്ടായിരുന്നു, അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഒഴിച്ചിട്ട് നമുക്ക് സവാള നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. ബട്ടറിൽ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ സമയം കൊണ്ട് തക്കാളി പേസ്റ്റ് ആക്കി വെക്കണം കേട്ടോ. പിന്നെ നമുക്കിതിക്ക് ചീസ് വേണം കേട്ടോ. മൊസറല്ല ചീസ് ഉള്ളവർക്ക് അതെടുക്കുക. ഇന്ത്യയിൽ നോർമലായിട്ടുള്ള ചീസ് ഉള്ളതിനോ അതിന് കേട്ടോ. പിന്നെ ഇതിക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇടുന്നുണ്ട്. ആ വീഡിയോ കട്ടായി പോയി, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് അതിക്ക് ക്യാപ്സിക്കും കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടൊമാറ്റോ നമ്മൾ ജ്യൂസാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ഇതിക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇത് നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. എല്ലാം എല്ലാം ഒന്നും വേണമെന്നില്ല. ക്യാപ്സിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചീസ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ടേസ്റ്റ്. നമ്മളതിൽ ഏതെല്ലാം വെച്ചാൽ അതെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അത് എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഒറിഗാനോ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഒറിഗാനോ ടേസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് ഒറിഗാനോ, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മസാലകൾ ഇതിൽ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ഒറിഗാനോ ആഡ് ചെയ്തല്ലോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. കാശ്മീരി മുളക് പൊടി മതി, നമുക്കൊരു കളറിന് കിട്ടിയാൽ മതി കേട്ടോ. മുളക് പൊടി അധികമായ ആ ഒരു കുത്തൽ വരും. അതുകൊണ്ട് കാശ്മീരിൻ്റെ മുളക് പൊടി ഉണ്ടെങ്കിൽ അതെടുക്കണമായിരിക്കും കേട്ടോ ബെറ്റർ. പിന്നെ ഒരു പാനിൽ പിന്നെ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ ക്രീം ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ബട്ടറും മൈദയും കൂടി നല്ലോണം സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രീം ആവാൻ വേണ്ടിയിട്ട് പാൽ കുറച്ച് ഒഴിച്ച് കൊടുക്കണേ. കൂടുതലായിട്ട് ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ആ ഒരു എന്താ പറയുക, മൈദൻ്റെ കട്ട പിടിച്ചതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നല്ലോണം അങ്ങനെ നമ്മൾ തവി വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അത് സെറ്റാവണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ബട്ടറും മൈദയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തിക്കായി വരും കേട്ടോ. നമ്മൾ തവി വെച്ചിട്ട് നിൽക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ഒരു തിക്കായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ആ തിക്കായി ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ ചിക്കന് വേവിക്കാൻ വെക്കണം കേട്ടോ. ചിക്കന് വേവിച്ചിട്ട് 2 വിസിലിൽ വേവിച്ചിട്ട് എന്ത് ചെയ്യുക, അത് ഇതുപോലെ ഇങ്ങനെ ഒരു ക്യൂബ്സ് പോലെ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കത്തി വെച്ചിട്ട് മിക്സിയിലിട്ട് നമ്മളിതൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എന്താ പറയുക, വെറും ചിക്കൻ്റെ ഫ്ലേവർ മാത്രമായി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ മസാലേൻ്റെ ഒരു ഫ്ലേവർ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കത്തി വെച്ചിട്ട് ജസ്റ്റ് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, പാൻ വെച്ചിട്ട് നമ്മൾ ഏത് പാനിലാണോ നമ്മളിത് ഉണ്ടാക്കുന്നത് ആ പാനിൽ ബട്ടർ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ സമൂസ ഷീറ്റാണ് ഇതിന് പകരം എടുത്തിട്ടുണ്ടെങ്കിൽ സമൂസ ഷീറ്റ് ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ബ്രെഡ് വെക്കുന്നതിന് പകരം സമൂസ ഷീറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ക്രീം ഉണ്ടല്ലോ, ആ ക്രീം ഈ ബ്രെഡിൻ്റെ മേലെ കറക്റ്റായിട്ട് തേച്ച് കൊടുക്കുക. എന്താ പറയുക, ആ ബ്രെഡ് 4 ഇങ്ങനെ വെച്ചേക്കല്ലേ, ആ 4 വെച്ചതിൻ്റെയും ഇടയിലൂടെയൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ആ ക്രീം പുറത്തേക്ക് നമ്മളെ മസാല ഇങ്ങനെ പോകാൻ തക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മളുണ്ടാക്കി വെച്ച ആ ചിക്കൻ്റെയൊക്കെ ആ ഫില്ലിങ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് അതിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അത് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മളെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് ആ ചീസ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക കേട്ടോ. അത് മെൽറ്റ് ആയിക്കോളും. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ നോർമലായിട്ടുള്ള ചീസാണ് ഉള്ളത്, അപ്പോൾ ഞാൻ അത് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ചീസ് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ 2 വെച്ചത്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യത്തെ പോലെ ചിക്കനിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ അതുപോലെ കുറച്ച് ക്രീമാക്കി കൊടുക്കുക. ക്രീമാക്കിയതിന് ശേഷം പിന്നെ നമ്മളതിൽ ചീസ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക കേട്ടോ. ക്രീം കറക്റ്റായിട്ട് അതിൻ്റെ മേലാക്കി കൊടുക്കുക. പിന്നെ നമ്മളതിലുള്ള ചീസ് അതിൻ്റെ മേലൊന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ മേലെ ബ്രെഡ് വെക്കണം കേട്ടോ. ബ്രെഡ് നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ മേലെയും താഴെയും ബ്രെഡ് വെക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതേപോലെ ബ്രെഡ് വെച്ചു. എന്നിട്ട് താഴത്തെ ഭാഗം ഒന്ന് സെറ്റാണ് വരെ ഞാനൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടോ. പിന്നെ താഴെ നമ്മളിലെ പഴയ ഒരു തവി താഴെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. മേലെ വെച്ചതിന് ശേഷം പിന്നെ അത് അടച്ച് വെച്ച് പിന്നെ അത് വെന്തതിന് ശേഷം കുറച്ചുകൂടി ബട്ടറാക്കിയിട്ട് അതൊന്ന് തിരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. തിരിച്ചിട്ട് വെച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്നായി കിട്ടുകയും ചെയ്യും.
അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ലെസഗ്നൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.